ഓണം എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ മാറട്ടെ അങ്ങോട്ട്. ഓണം എക്സാം ഇറ്റ്സ് ഇപ്രാവശ്യം മുതൽ വെച്ചാൽ നമ്മളിപ്പോൾ HS ആണല്ലോ. അപ്പോൾ UPക്കാരെ വെച്ച് നോക്കുമ്പോൾ ചെറിയ ചെറിയ ഇതുള്ള എക്സാമിൻ്റെ ഫോർമാറ്റ്സ് ഒക്കെ നമുക്ക് ഒരുപാട് ഡിഫറൻസ് ആണ്. അതുകൊണ്ടുള്ള ചെറിയൊരു പ്രോബ്ലംസ് എന്നല്ലാതെ ഇനിയിപ്പോൾ ക്രിസ്മസ് എക്സാമിൽ നമ്മൾ അതിലും സ്കോർ ചെയ്യുക. ഇപ്രാവശ്യം വല്ല പഠന പിന്തുണയൊക്കെ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ പിന്നെ എല്ലാവരും നല്ല കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ വലിയ കുഴപ്പമില്ല. ഓണം എക്സാം കുഴപ്പമുണ്ടാകില്ല. ഉപ്പ നാട്ടിലാണോ? അല്ല കേട്ടോ, ഉപ്പ ഗൾഫിലാണ്. ഗൾഫിൽ ഡ്രൈവറാണ്. എവിടെയാണ് പഠിക്കുന്നത്? ഇത് ഒരുപാട് ഇങ്ങനെ സെയിം ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. ഞാൻ കുമാരനല്ലൂർ GHSS കുമാരൻ സ്കൂളിലെ 8ാം ക്ലാസ്സിലെ G ഡിവിഷനിലാണ്. ഇംഗ്ലീഷ് മീഡിയം കേട്ടോ. ഓക്കെ. ആൻഡ് NCC എക്സ്പീരിയൻസ് പറയുമോ? ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. NCC എക്സ്പീരിയൻസിന് ഓൾറെഡി പറഞ്ഞു. ആരും എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എൻ്റെ തന്നെയാണ് എക്സ്പീരിയൻസ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ഞാൻ തന്നു വിചാരിക്കുന്നു. ഓക്കെ. മദ്രസയിൽ പഠിക്കുന്നുണ്ടോ? യെസ്, മദ്രസയിൽ പഠിക്കുന്നുണ്ട്. മദ്രസയിൽ എത്രയിലാണെന്ന് വെച്ചാൽ 7ാട്ടോ. ഓക്കെ. ആൻഡ് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എന്താ ലൈഫിൽ സംഭവിച്ചത്? ലൈഫിൽ സംഭവിച്ചത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് ആയാലും ശരി, ഫ്രണ്ട്സ് ആയാലും ആദ്യമൊക്കെ കുറച്ച് കളിയാക്കലൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം നമുക്കത് കുറേ പേരെ കാണുമ്പോഴും യെസ് യൂട്യൂബിലുണ്ടല്ലോ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അവർ വീഡിയോസ് കാണാറുണ്ട് പറയുമ്പോൾ അവർ നമ്മുടെ വീഡിയോസ് കാണാറുണ്ട് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. പിന്നെ എനിക്കതിനെ വലിയ ഫാൻസ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, എന്നാലും കമൻസിൽ നിൻ്റെ ഫാനാണ് ഞാൻ വേണ്ടി ഒരുപാട് കമൻസ് ആടുമ്പോഴൊക്കെ എനിക്ക് എന്തോ പ്രൗഡായിട്ട് ഫീൽ ചെയ്യും. പുറത്തുനിന്ന് ആരും എന്നോട് ഫാനെന്ന് പറഞ്ഞിട്ട് എന്നെ വന്നിട്ട് അങ്ങനെയൊന്നും കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് അതൊക്കെ ഒരു കല്യാണത്തിനൊക്കെ പോയാൽ ചിലർ ഞാൻ കണ്ടിട്ട് ചാനൽ കണ്ട എനിക്കെൻ്റെ മനസ്സിൽ നല്ല ഭയങ്കര ഒരു എന്താ പറയുക സന്തോഷമാട്ടോ. അതാണ് എനിക്ക് ലൈഫിൽ സംഭവിച്ചൊരു കാര്യം. പിന്നെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം എന്താണ്? ഞാൻ ആദ്യം തന്നെ കൊണ്ടൊരു കാര്യം പറഞ്ഞു, ഒരു ക്വസ്റ്റ്യൻ ഞാൻ മാറ്റി വെക്കുന്നുണ്ടെന്ന്. അതെന്താന്നുള്ളത് ഞാൻ ഇപ്പം പറയാം കേട്ടോ. ഗൈസ്, ഒരു പെണ്ണൊരു ബുക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിലോട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. കാരണം യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം എന്താണെന്നുള്ള ആ ക്വസ്റ്റ്യന് അത് വലിയൊരു കഥയാണ്. എനിക്കത് ആലോചിക്കുമ്പോൾ ചെറിയ സങ്കടമാണെങ്കിലും അത് വലിയൊരു കഥയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ യൂട്യൂബ് ജേണി അതാരോ ചോദിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. യൂട്യൂബ് ജേണി പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ യൂട്യൂബ് ജേണി, എൻ്റെ ഒരു യൂട്യൂബ് ജേണി ഞാനൊരു വീഡിയോ ഇട്ട് ഞാൻ സെപ്പറേറ്റ് ഇട്ടാം കേട്ടോ. ഇതിൽ യൂട്യൂബുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ അതിൽ നമ്മൾ ആൻസർ ചെയ്യാം. കാരണം അത് ഇപ്പോൾ ഇതിൽ കുറച്ച് പറഞ്ഞാൽ അതിൽ കുറച്ച് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഒരു ഫിനിഷ് ആവില്ല. കാരണം എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള എൻ്റെ ഒരു കാരണം അത് വേറൊരു കാര്യമുണ്ട്. അപ്പോൾ അത് പറഞ്ഞിട്ടാണ് ഇതിലോട്ട് വരാൻ പറ്റുള്ളൂ. നമുക്ക് ആ ഒരു യൂട്യൂബ് ജേണിയിൽ തന്നെ നമുക്ക് ആ കാര്യം പറയാം. അപ്പോൾ എല്ലാവരും ആ വീഡിയോക്ക് വേണ്ടി ജസ്റ്റ് ഒരു 1 or 2 days വെയിറ്റ് ചെയ്താൽ മതി. ഈ ഒരു Q&A ഇട്ടതിന് ശേഷം നമ്മൾ ഗിവ് അവേയുടെ റിസൾട്ട് വീഡിയോ ഇടും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, യൂട്യൂബ് ജേണി പറയുന്നതാണ്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാൻ കുറച്ച് ഡേയ്സ് ഇട്ട് നമ്മൾ എന്തായാലും വീഡിയോ ഞാൻ ഇന്ന് തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഡേയ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഗിവ് അവേഡ് ഇട്ടതിന് ശേഷം അത് ഇട്ടുള്ളൂ. അപ്പോൾ അത് വരുന്നു വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ആൻസർ പറയാം കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എഴുതിച്ചിട്ടുണ്ട്, മറക്കാതിരിക്കാണ്ട് എഴുതിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് വേണേൽ പറയാം. യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഡേറ്റ് എന്താണ്? യൂട്യൂബ് ചാനൽ തുടങ്ങിയത് June 31, 2024 ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 1 year ആയേ. പിന്നെ വീട്ടുകാർ എല്ലാത്തിനും സപ്പോർട്ടാണോ? ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനും ഇതിലോട്ട് എഴുതി വെക്കാണ്. ഇത് നമുക്ക് അതിൽ പറയാം. സപ്പോർട്ടാണെന്നുള്ളത് ആ കഥ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചോളൂ സപ്പോർട്ടാണോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് എഴുതാം കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ എഴുതി വെക്കുന്നത് കേട്ടോ. എല്ലാത്തിനും സപ്പോർട്ടാണോ? അപ്പം ഇതൊക്കെ നമുക്ക് അതിലെന്താണ് പറയാം കേട്ടോ. ഓക്കെ, വീട്ടുകാരെല്ലാത്തിനും സപ്പോർട്ട്.
ഇപ്പോൾ ഈ ഒരു 3 ക്വസ്റ്റ്യൻ, ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം എന്ത്, യൂട്യൂബ് ജേർണി പറയോ, വീട്ടുകാരെല്ലാത്ത സപ്പോർട്ടാണോ, ഈ 3 ക്വസ്റ്റ്യൻ ഇനിയും ഉണ്ട് തോന്നുന്നുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, യൂട്യൂബ് ജേർണിയിൽ പറയാം. അതാണ് എനിക്ക് അങ്ങനെയായിട്ട് തോന്നുന്നത്. കാരണം അത് പറയുമ്പോഴാണ് അതിനൊരു കൺക്ലൂഷനും എൻഡിങ് വരെ എത്തുള്ളൂ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഉപ്പ, ഉമ്മ, താത്ത, ഇക്കാക്ക, ഞാൻ. അപ്പോൾ ഉമ്മ, ഇക്കാക്ക, ഞാനാണ് ഇവിടെ കൂടുതലുണ്ടാകും. കാരണം താത്ത ഇടയ്ക്ക് വരും, ഇടയ്ക്ക് പോകും, അങ്ങനെയല്ലേ. അപ്പോൾ കോയമ്പത്തൂർ ഇടയ്ക്ക് ലീവിന് വരും, അങ്ങനെയാണ്. ഉപ്പ അതേപോലെ ലീവ് ടൈമിൽ വരും ഗൾഫിൽ നിന്ന്, അങ്ങനെയാണ്. ഓക്കെ, യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വീട്ടിൽ സപ്പോർട്ടാണോ? ഇതേ ക്വസ്റ്റ്യനിലാണോ മുകളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതും യൂട്യൂബ് ജേർണിയിൽ പറയാം. മാറ്റിവെക്കാം നമുക്ക് ആൻസർ അല്ല, സോറി, ക്വസ്റ്റ്യൻ ഇതിൽ എഴുതി വെക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നീ തന്നെയാണോ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചാനലിലെ ആദ്യം തൊട്ട് ഈ ഒരു വീഡിയോ വരെ ഞാൻ തന്നെയാണ് വീഡിയോസ് എടുക്കണത്. ഞാനല്ല, അതൊന്നെങ്കിൽ ഇമ്മ എടുത്തരും. എന്ന് വെച്ചാൽ നമ്മൾ ഡാൻസ് വീഡിയോസൊക്കെ കൂടുതലും താത്തയും ഇമ്മയും കാക്കിയൊക്കെ എടുത്തരും. ഇതൊക്കെ ഞാൻ ഇപ്പോൾ സ്റ്റാൻഡ് വെച്ചാണ് എടുക്കണത്. ചിലതൊക്കെ സ്റ്റാൻഡ് വെച്ചെടുക്കും, ചിലത് ഉമ്മ താത്ത കാക്കൊക്കെ എടുത്തരും, അങ്ങനെ. പക്ഷെ എഡിറ്റ് ചെയ്യണത്, തമ്പനയിൽ വീഡിയോസിന് കൊടുക്കുന്നത്, അതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ. എന്താണ് ചോദിച്ചത് എനിക്കറിയില്ല. ഇപ്പോൾ തുടങ്ങിയപ്പോൾ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ ഇപ്പോൾ തുടങ്ങിയപ്പോൾ എനിക്ക് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് ഓക്കെ. എനിക്ക് ഫസ്റ്റ് ടൈം തുടങ്ങുന്ന സമയത്ത് അങ്ങനെ വീഡിയോസ് ഇട്ട് പോകുന്നല്ലാതെ ഇപ്പോൾ ഞാൻ കറക്റ്റ്ലി വീഡിയോസ് ഇടുന്നുണ്ട്. അത്യാവശ്യം ഓരോ വീഡിയോസ് നമുക്ക് എടുക്കുന്നുണ്ട് 1K. പക്ഷേ ഈ 1K എന്ന് പറയണത് ചിലപ്പോൾ ഇപ്പോൾ വലിയ വലിയ യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഇപ്പോൾ 100K അല്ലെങ്കിൽ 1 million എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം അവർക്കൊരു ചെറിയൊരു വ്യൂസ് ആവും. പക്ഷെ എനിക്കൊരു 1K എന്ന് പറയുന്നത് 500 വ്യൂസ് പറയുന്നതൊക്കെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അതെനിക്ക് ഒരു വലിയൊരിതാണ്. ഇപ്പോൾ ഇടുന്ന വീഡിയോസൊക്കെ അത്യാവശ്യം വ്യൂസ് കയറുന്നുള്ളതുകൊണ്ട് എനിക്കൊരു വലിയതാണ്. എൻ്റെ ചാനലിൽ ഏറ്റവും ഹയസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് 11K ആണ്. അതന്നെ എനിക്ക് ഏറ്റവും ബെസ്റ്റാണോ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വീഡിയോ ഭയങ്കര ലെങ്ത് ആവുന്നുണ്ട്. ഓക്കെ, സപ്പോർട്ടാണ്. നീ തന്നെയാണ് വീഡിയോസ് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിനക്ക് ഇഷ്ടമുള്ള നടൻ ആരാണ് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് മമ്മൂട്ടി, മോഹൻലാൽ, ദുൽഖർ, പൃഥ്വിരാജ്, എല്ലാവരെയും ഇഷ്ടമാണ്. എന്നാൽ കൂടുതലും ഇവരെയാണ്. പിന്നെ വിജയ്, അവർക്കിഷ്ടം. ആരാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറഞ്ഞത്? ഈ ക്വസ്റ്റ്യൻ നമുക്ക് യൂട്യൂബ് ജേർണിയിൽ പറയാം കേട്ടോ. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ NCC ചെയ്യുമോ? യെസ്, ഓൾറെഡി ഒന്ന് വന്നിട്ടുണ്ട്. എന്തായാലും ഷുവറായിട്ട് അതും വേണം നമുക്ക് ഇതിൽ എഴുതി വെക്കാം. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറഞ്ഞത് ആരെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതും നമ്മളിതിൽ എഴുതി വെക്കുന്നുണ്ട്. അതൊക്കെ യൂട്യൂബ് ജേർണി വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മളെ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ്. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം എന്ത്? യൂട്യൂബ് ജേർണി പറയൂ. വീട്ടുകാരെല്ലാം സപ്പോർട്ടാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ വീട്ടിൽ സപ്പോർട്ടാണോ? പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ പറഞ്ഞത് ആരാണ്? പിന്നെ NCC ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുമോ? ഇത്രയും NCC ഗെറ്റ് റെഡി വിത്ത് മീ അതെന്തായാലും ചെയ്യും. ബാക്കി യൂട്യൂബുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ നമ്മളൊരു യൂട്യൂബ് ജേർണി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൽ പറയുന്നതാണ്. എല്ലാ ബാക്കി ക്വസ്റ്റ്യൻസും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വന്ന ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഇട്ടവരോടൊക്കെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറി വിചാരിക്കുന്നു. ഇനി വല്ല സംശയം ഉണ്ടെങ്കിൽ ഓരോ വീഡിയോസ് താഴെ പറഞ്ഞാൽ അത് നമ്മൾ സ്പെഷ്യലായിട്ട് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാതെ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ യൂട്യൂബ് ജേർണിക്കും ഗിവ് അവേയുടെ റിസൾട്ട് അറിയട്ടെ, അതിനും വെയിറ്റ് ചെയ്യൂ. ഹലോ ഗായ്സ്, നമ്മുടെ Q&A വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ ഈ ഒരു Q&A വീഡിയോ ഇടാനും ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ Q&A വീഡിയോ വളരെയധികം ലെങ്ത്ത് കൂടുതലായിരുന്നു. അതുകൊണ്ട് ഒറ്റയടിക്ക് വീഡിയോ ഇടാനും പറ്റില്ല, പാർട്ടായിട്ട് ഇടണം. ആ പാർട്ട് 1, 2, 3 ആയിട്ടാണ് നമ്മൾ ഇട്ടത്. അപ്പോൾ അത് എഡിറ്റ് ചെയ്തെടുക്കാനും അതിൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആവാനും കുറേ ഡിലേ ആയി. അപ്പോൾ ഇത് 1 മന്തിന് ശേഷമാണ് പാർട്ട് 2ഉം 3 ഒക്കെ ഇടുന്നത്. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും സോറി പറയാണ്. ഐ ആം റിയലി സോറി ഫോർ ഡിലേ. കാരണം വെച്ചാൽ ഇപ്പോഴും ഞാൻ എൻ്റെ ചാനലിൽ നമ്മളത് പോസ്റ്റ് ചെയ്തതിന് എന്നോ ആണ്, ഇപ്പോഴാണ് അതിൻ്റെ പാർട്ട് 2 ഒക്കെ ഇടുന്നത്. അപ്പോൾ ഇത് പാർട്ട് 3 ആണ്. അങ്ങനെ നമ്മുടെ Q&A അവസാനിച്ചിരിക്കുകയാണ്. യൂട്യൂബ് ജേർണി ഉടൻ വരും കേട്ടോ.